കൊറോണ വ്യാപനത്തിൽ അടിയന്തര യോഗം വിളിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് 2:30-ക്കാണ് യോഗം. അതേസമയം നാളെ സംസ്ഥാനങ്ങളുടെ യോഗം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ മന്ത്രിയും വിളിച്ചിട്ടുണ്ട്. രശ്മി കാർത്തികയുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. രശ്മി, 2:30-നാണ് യോഗം തീരുമാനിച്ചിട്ടുള്ളത്. അടിയന്തര യോഗം കേരളത്തിൽ കൊറോണ വ്യാപനം കൂടുന്നു എന്ന റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള മുൻകരുതൽ നടപടികൾ നിർദ്ദേശിക്കാൻ യോഗത്തിൽ സാധ്യതയുണ്ടോ? സംസ്ഥാനത്ത് കൊറോണ രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. നാളെ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേരുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു അടിയന്തര യോഗം ആരോഗ്യമന്ത്രി വീണ ജോർജ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത്. 2:30-ക്കാണ് യോഗം. ആരോഗ്യവകുപ്പ് സെക്രട്ടറി മറ്റു ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്തെ നിലവിലെ ഒരു സാഹചര്യം എന്താണെന്നുള്ളത് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യോഗം ചേരുന്നത്. രാജ്യത്താകെ 1900-ഓളം ആക്റ്റീവ് കേസുകൾ നിലവിലുണ്ട്. ഇതിൽ 1700-ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതും കേരളത്തിൽ തന്നെയാണ്. ഇന്നലെ 115 പേർക്ക് സംസ്ഥാനത്ത് കൊറോണ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മരണവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. JN.1 എന്നുള്ള ഒമിക്രോണിന്റെ സബ് വേരിയന്റ് തിരുവനന്തപുരത്താണ് സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വ്യാപിക്കുന്നത് ഈ ഒരു ഉപവകഭേദമാണോ എന്നുള്ള ഒരു ആശങ്കയാണ് നിലനിൽക്കുന്നത്. കാരണം ഇത് വലിയ രീതിയിലാണ് വ്യാപിക്കുന്നത്. മരണനിരക്ക് കുറവാണ് എങ്കിൽ പോലും വളരെ വേഗം വ്യാപിക്കുന്നു എന്നുള്ളതാണ് ആശങ്ക. ഇൻസഹോക്ക് എന്ന ഈ ജനിതക ഘടന പരിശോധിക്കുന്ന ലാബുകളുടെ കൺസോർഷ്യം ഓരോ സംസ്ഥാനത്ത് നിന്നും സാമ്പിളുകൾ കളക്ട് ചെയ്തത് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ശേഖരിച്ച സാമ്പിളിലാണ് JN.1 എന്നുള്ള ഉപവകഭേദം സ്ഥിരീകരിച്ചിരിക്കുന്നത്. നേരത്തെ 38 രാജ്യങ്ങളിലായിരുന്നു ഇത് സ്ഥിരീകരിച്ചത്. ഏതായാലും ആ ഒരു പുതിയ വകഭേദം കൂടി സ്ഥിരീകരിച്ചൊരു സാഹചര്യത്തിലാണ്. അതോടൊപ്പം ഈ കോവിഡ് കേസുകളും വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അടിയന്തരമായി യോഗം വിളിച്ചു ചേർത്തത്. അതോടൊപ്പം തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ മുൻകരുതൽ കൂടുതൽ ശക്തമാക്കണം. RT-PCR പരിശോധന, ആന്റിജൻ ടെസ്റ്റ് ഉൾപ്പെടെ വ്യാപിപ്പിക്കണം. അതോടൊപ്പം ഈ കേരളത്തിൽ മറ്റൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പനിബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് രേഖപ്പെടുത്തുന്നത്. ഓരോ ദിവസവും 10,000-ലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് കുറച്ച് കാലങ്ങളായി ആ രീതിയിൽ തന്നെയാണ്. അവരിൽ ആർക്കും തന്നെ ഈ കൊറോണ പരിശോധനയൊന്നും തന്നെ നടത്തുന്നില്ല. അതൊരു പക്ഷേ ഇത്തരത്തിൽ കൊറോണയാണോ ഈ വ്യാപിക്കുന്നത് എന്നുള്ള ഒരു ആശങ്കയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ പരിശോധന വ്യാപകമാക്കാനുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യ വകുപ്പ് ഈ ആശുപത്രികൾക്കുൾപ്പെടെ നൽകിയിരുന്നു. ഏതെങ്കിലും രോഗലക്ഷണങ്ങളുമായി എത്തുന്നവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഈ പരിശോധന നടത്തണം. ഒപ്പം തന്നെ ബോധവൽക്കരണം നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശമടക്കം ഈ ആശുപത്രികൾക്കുൾപ്പെടെ നൽകിയിരുന്നു. ഏതായാലും ഇപ്പോൾ നിലവിലത്തെ ഈ ഒരു കേസുകൾ ഓരോ ദിവസം കൂടി വരികയും മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രി ഇത്തരത്തിലൊരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. 2:30-ക്ക് ഓൺലൈനായിട്ടാണ് യോഗം ആരംഭിക്കുക. വിഷ്ണു. രശ്മി, അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര ആരോഗ്യമന്ത്രി അടുത്ത ദിവസം യോഗം വിളിച്ചിട്ടുണ്ട്. അതിൽ കേരളത്തിൽ പ്രധാനമായും കേന്ദ്രത്തിൻ്റെ ഒരു വിലയിരുത്തൽ പ്രകാരം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ അതിവ്യാപനത്തിൻ്റെ ഒരു സാഹചര്യമുണ്ട് എന്ന വിലയിരുത്തലിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൻ്റെ ഈ ഒരു യോഗത്തിൽ എന്തൊക്കെ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു എന്നാകും കേരളം വ്യക്തമാക്കാൻ പോകുന്നത്? ആശുപത്രികൾക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശം, അതായത് പരിശോധനകൾ വ്യാപിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു. അതാണിപ്പോൾ നിലവിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് കൈക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബോധവൽക്കരണമാണ്. ഈ ഓരോ ആളുകൾക്ക്, അതായത് സാമൂഹിക അകലം പാലിക്കുക, നേരത്തെ കോവിഡ് വ്യാപിച്ച സമയത്ത് സ്വീകരിച്ചിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ, അതൊക്കെ തന്നെ സജീവമാക്കാനുള്ള ഒരു നിർദ്ദേശം ആണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് കൈക്കൊണ്ടിരിക്കുന്നത്. ഈ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കൊറോണ കണക്കുകളൊക്കെയാണ് നിലവിൽ പുറത്തു വരുന്നത്. ഈ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഇത്തരത്തിലുള്ള കണക്കുകളൊന്നും തന്നെ പുറത്തുവിടുന്നില്ല. മാത്രമല്ല, ഈ മരണം റിപ്പോർട്ട് ചെയ്യുന്നതും കേന്ദ്രത്തിന്റെ കണക്കാണ്. കേരളം ഇതൊന്നും തന്നെ പ്രസിദ്ധീകരിക്കുന്നില്ല. ഇത് കൃത്യമായി ഒരു പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ ഈ ഒരു എത്രത്തോളം ആളുകൾക്ക് കൊറോണ പ്രതിദിനം സ്ഥിരീകരിക്കുന്നു അല്ലെങ്കിൽ നിലവിലെ ഒരു സാഹചര്യം എന്താണെന്നുള്ളത് ഉൾപ്പെടെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും എല്ലാ സംസ്ഥാനങ്ങളുടെയും യോഗമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നാളെ വിളിച്ചു ചേർക്കാനിരിക്കുന്നത്. അതിന് മുന്നോടിയായ ഒരു മാർഗനിർദ്ദേശം ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരുന്നു. ആ മാർഗനിർദ്ദേശം സംസ്ഥാനത്തിന് കൈമാറിയിരുന്നു. ഏതായാലും ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തും. ഇനിയും ഒരു കൂടുതൽ വ്യാപനത്തിലേക്ക് കടക്കുമോ? കാരണം JN.1 ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രതിരോധ ശേഷിയെ മറികടന്നുകൊണ്ട് അത് വലിയ രീതിയിൽ വ്യാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ മരണനിരക്ക് കുറവായിരിക്കും. എങ്കിൽ പോലും അത് ഒരേ സമയം കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ മാസം സാമ്പിൾ ശേഖരിച്ച് പരിശോധിച്ച ആളിലാണ് ഈ JN.1 സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും ആ സാഹചര്യമൊക്കെ ഈ യോഗത്തിൽ വിലയിരുത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഈ ആരോഗ്യവകുപ്പ് സെക്രട്ടറി, ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ വിവരങ്ങളൊക്കെ, നിലവിലെ സാഹചര്യമൊക്കെ വിലയിരുത്തിയതിനു ശേഷമായിരിക്കും നാളത്തെ യോഗത്തിൽ ഈ വിവരങ്ങൾ കേന്ദ്രത്തെ അറിയിക്കുക, ആരോഗ്യമന്ത്രി അറിയിക്കുക.